സിനുജി, കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുടെ ഒരു അട്ടിപ്പൊളി പിക്ക് സോഷ്യൽ മീഡിയയിലെല്ലാം ട്രെൻഡിങ് ആയി. കാരണം ജമ്മു കാശ്മീരിലുള്ള സോനാമാർഗിലേക്കുള്ള സെറ്റ്മോഡ് തുരങ്കം മോദി ഉദ്ഘാടനം ചെയ്തതിൻ്റെ ഫോട്ടോയാണ് പുറത്തു വന്നത്. പക്ഷേ ആ ഫോട്ടോയുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. ആ തുരങ്കം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് അത് പൂർത്തിയാക്കുന്നു. ഈ പാകിസ്ഥാൻ്റെ ഭീകര ഭീഷണിയെപ്പോലും അതിജീവിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ അത് പൂർത്തിയാക്കിയത്. അപ്പോൾ ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യവും. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ മോദിയുടെ ആ വേഷവിധാനവും ഒരുപാട് ലോക ശ്രദ്ധ ആകർഷിച്ചു അല്ലേ? അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പ്രസംഗമായിക്കോട്ടെ, ഉദ്ഘാടന ചടങ്ങായിക്കോട്ടെ, എങ്ങനെയാണ് ലോകത്തിലെ ആളുകളെ ആകർഷിക്കാൻ കഴിയുക എന്ന് നന്നായി അറിയാവുന്ന ലോക നേതാക്കളിൽ ഒരാളാണ് നരേന്ദ്രമോദി. ഇപ്പോൾ സെറ്റ് മോഡ് എന്ന് പറയുന്ന ആ തുരങ്കപാതയുടെ നിർമ്മാണത്തിൽ അത് പൂർത്തീകരിച്ചതിന് ശേഷം നരേന്ദ്രമോദി ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് വന്നത്. അത് വളരെ പെട്ടെന്ന് ട്രെൻഡിങ് ആയി മാറി. അപ്പോൾ അദ്ദേഹം വളരെ വലിയ തണുപ്പിനെയൊക്കെ പ്രതിരോധിക്കാവുന്ന കോട്ടൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഒരു നിൽക്കുന്നു. ഭയങ്കര ലുക്ക് ഉള്ള ഒരു ചിത്രമായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിന് മറ്റൊരു ഉദ്ദേശങ്ങളുണ്ട്. താനൊന്ന് വലുതാകുന്നോ അല്ലെ താൻ്റെ ഒരു ഫിഗറാണെന്നോ കാണിക്കാനല്ല, ഒപ്പം തൻ്റെ രാജ്യത്ത് താൻ നടപ്പാക്കുന്ന പദ്ധതികൾ ലോകത്തെ അറിയിക്കുക. അപ്പോൾ ഈ എവിടെയാണ് നരേന്ദ്രമോദി നിൽക്കുന്നത്? എന്താണ് ഇപ്പോൾ അവിടെ പോയി നിൽക്കാനുള്ള കാരണം? ഇത്തരത്തിൽ പല കാര്യങ്ങളെയും ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ജനശ്രദ്ധ ആകർഷിക്കാൻ കഴിയുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ തവണ അധികാരത്തിൽ വന്നപ്പോൾ നരേന്ദ്രമോദിയുടെ അടുത്ത് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്, താങ്കൾക്ക് എങ്ങനെയാണ് ഇത്രയധികം ജനപിന്തുണ അർഹിക്കാൻ കഴിയുന്നത്? അതുപോലെ ജോ ബൈഡൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെ ജനപിന്തുണ നേടിയെടുക്കാൻ എങ്ങനെയാണ് നരേന്ദ്രമോദി കഴിയുന്നത്? അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആളെ കൂട്ടുക എന്നത് മാത്രമല്ല, ഭരണപരമായ നേട്ടങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചിട്ട് എൻ്റെ രാജ്യം ഇത്രത്തോളം മുന്നേറുന്നു എന്ന് ലോക രാജ്യങ്ങളെ മുന്നിൽ ഒരു മെസ്സേജ് കൊടുക്കാം. അങ്ങനെ മെസ്സേജ് കൊടുക്കുമ്പോൾ എന്താണ്, തൻ്റെ ആശയങ്ങൾ, തൻ്റെ ഒരു കോൺസെപ്റ്റ് ഇതൊക്കെ കൃത്യമായിട്ട് തൻ്റെ രാജ്യത്ത് നടപ്പാക്കുന്നു. അങ്ങനെ ലോകത്തിന് മുന്നിൽ ഒരു വലിയ ശക്തിയായി എൻ്റെ രാജ്യം മാറുന്നു എന്നൊരു സന്ദേശമാണ് നൽകുന്നത്. നമുക്കറിയാം, നേരത്തെ നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ ഇരിക്കുന്ന ഒരു കസേരയിൽ പടം പോസ്റ്റ് ചെയ്തല്ലേ? എന്തൊക്കെയായിരുന്നു നമ്മൾ കണ്ടത്? ഒറ്റ പിക്ചറോട് കൂടിയാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്നും ഇത്രയും മനോഹരമായ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞത്. അതോടുകൂടി മാലദ്വീപിലെ 2 മന്ത്രിമാർ വന്ന് നരേന്ദ്രമോദി ചീത്തയും വിളിച്ചു. നരേന്ദ്രമോദി ഒന്നും പറഞ്ഞില്ല. മാത്രവുമല്ല, അതോടുകൂടി ഈ വരുന്ന ടൂറിസ്റ്റുകൾ മുഴുവൻ മാലദ്വീപിലേക്കുള്ള പോക്കൊക്കെ നിർത്തി ലക്ഷദ്വീപിലേക്ക് ഇടിച്ചു കയറാൻ തുടങ്ങി. അപ്പം ഒരു ഫോട്ടോയിലൂടെ എങ്ങനെ ജനങ്ങളെ കയ്യിലെടുക്കാം, ആകർഷിക്കാം എന്നറിയാവുന്ന നരേന്ദ്രമോദി അത് തന്നെ ചെയ്തു. ഇപ്പം ഇവിടെ എന്താണ് ഈ ഇസഡ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഇസഡ് എന്ന് പറയാൻ തന്നെ എന്താ വെച്ചാൽ, ഇസഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ലെറ്ററിൻ്റെ ആ മോഡലിലാണ് ഈ പാത ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ജമ്മു കാശ്മീരിൽ തണുത്തുറഞ്ഞ കാലാവസ്ഥയാണ്. അപ്പോൾ എല്ലായ്പ്പോഴും വാഹന ഗതാഗതം സാധ്യമാകില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ വാഹന ഗതാഗതം സാധ്യമാകുന്ന തരത്തിൽ വളരെ നീളമുള്ള ടണലിനകത്തൂടെ ഒരു പാത, അതാണ് തുരങ്കപാത എന്ന് പറയുന്നത്, അത്തരത്തിലൊരു പാത നിർമ്മിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അതുകൊണ്ട് സോനാമാർഗ് നഗരത്തിലൂടെ വർഷം മുഴുവൻ യാത്ര ചെയ്യാൻ വേണ്ടി ഒരു തുരങ്കപാത നിർമ്മിച്ചു. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതിന് ശേഷം പറയാണ്, ഇതാണ് മോദി സ്റ്റൈൽ. കാരണം മോദി ഒറ്റയ്ക്ക് വന്നിട്ട് ഈ കുപ്പായമൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഒരു നിൽക്കുന്നു. അപ്പോൾ മോദി സ്റ്റൈലിന് സോഷ്യൽ മീഡിയയിൽ വലിയ സ്വാധീനമുണ്ടായി. അപ്പോൾ സെറ്റ് മോഡ് തുരങ്കം എന്ന സോനാമാർഗത്തിലേക്കുള്ള തുരങ്കപാതയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നരേന്ദ്രമോദി അവിടെ എത്തി. അപ്പോൾ ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടൂറിസം കേന്ദ്രങ്ങളിലൊന്നാണ്. ഇപ്പോൾ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ ഭൂപ്രകൃതിയുള്ള സ്ഥലമാണ്. അതിനോട് കിടപിടിക്കാവുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഈ ജമ്മു കാശ്മീർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ മേഖലയിലേക്ക് ടൂറിസ്റ്റുകളെ, ഇന്ത്യയിലെ തന്നെ തദ്ദേശീയ ആളുകളെയൊക്കെ കൊണ്ടുവരണം. പക്ഷേ കാലാവസ്ഥ എല്ലായ്പ്പോഴും അവിടെ വില്ലനാണ്. എല്ലായ്പ്പോഴും അങ്ങോട്ട് സഞ്ചരിക്കാൻ പറ്റില്ല. മഞ്ഞ് വീഴ്ച ഉണ്ടാകും, റോഡ് ഗതാഗതം തടസ്സപ്പെടും. അതുകൊണ്ട് തന്നെ സൈനികർക്കുൾപ്പെടെ, സോൾജിയേഴ്സിനൊക്കെ മാത്രമാണ് പലപ്പോഴും അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയുക. അവിടെ താമസിക്കുന്ന ആളുകൾക്ക് പോലും പുറം ലോകവുമായിട്ട് ഈ കാലയളവിൽ എത്തിപ്പെടാൻ പറ്റില്ല. അപ്പോൾ ഇതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ 2024 ഒക്ടോബറിൽ തുരങ്കപാത നിർമ്മാണത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിരുന്നു. ആ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വലിയൊരു ഭീകരാക്രമണം നമുക്ക് നേരിടേണ്ടി വന്നു. 6 തൊഴിലാളികളും ഒരു ഡോക്ടറും ഉൾപ്പെടെ ഈ ഭീകരരുടെ തോക്കിന് മുന്നിൽ ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ അവർ എന്തിനാണ് നമ്മളെ ഇങ്ങനെ ആക്രമിച്ചതെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ രാജ്യത്തെ വികസന പ്രവർത്തനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത കുറേ ഭീകരവാദികൾ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഈ 7 പേരെ വെടിവെച്ച് വന്നത്. അതായത് ഒരു വലിയ പ്രൊജക്റ്റ് ജമ്മു കാശ്മീരിൽ നടപ്പാക്കാൻ ഇന്ത്യൻ ഭരണകൂടം അല്ലെ ഇന്ത്യൻ സർക്കാർ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഒരു ഭീകരാക്രമണം ഉണ്ടായത് ആദ്യത്തെ സംഭവം ഇതായിരുന്നു. ആ സംഭവം ഉണ്ടായിട്ട് നമ്മൾ അതിൽ പതറിയില്ല. കാലാവസ്ഥയോട് ഏറ്റുമുട്ടി അവിടുത്തെ പ്രതിരോധ മേഖല അല്ലെ പ്രതിരോധ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോയി. അപ്പോൾ ഭീകരരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, കാലാവസ്ഥ പ്രതികൂലമാകുന്നു. ഇതിനെയൊക്കെ അതിജീവിച്ച് കാശ്മീർ താഴ്വരയിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ നിർണായകമായ സോജില ടണൽ പ്രൊജക്റ്റിനെ
മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. അപ്പോൾ ഈ സോജില ടണൽ പ്രൊജക്ട് എന്ന് പറയുന്നത് ഭീകരരെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും അവിടെ നടപ്പാക്കരുത്. അങ്ങനെ നടപ്പാക്കിയാൽ ഇന്ത്യൻ സൈനികർക്കുൾപ്പെടെ ഏത് സമയത്തും അങ്ങോട്ടേക്ക് കടന്നു കയറാനും അവിടെ നിന്ന് തിരിച്ച് പുറത്തേക്ക് വരാനും പറ്റും. മറ്റേതങ്ങനെയല്ല. ഈ കാശ്മീരിൽ ജനിച്ചു വളർന്ന ഭീകരവാദ സപ്പോർട്ടൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ കാലാവസ്ഥയെ പ്രതിരോധിക്കാൻ കഴിയും. ഇന്ത്യൻ സൈനികർക്കോ അല്ലെങ്കിൽ പിന്നെ ഇന്ത്യയുടെ സംരക്ഷകരായ മറ്റ് സേനാ വിഭാഗങ്ങൾക്കോ ആ കാലാവസ്ഥയെ പ്രതിരോധിച്ചെത്താൻ പറ്റില്ല. പക്ഷേ ഇവിടെ നമ്മൾ ടണൽ നിർമ്മിച്ചാൽ ആ പ്രശ്നമില്ല. സാധാരണ കാലാവസ്ഥയിൽ എന്ന നിലയിൽ നമുക്ക് കടന്നു പോകാൻ പറ്റും. മാത്രമല്ല ഈ സോനാമാർഗിനെയും ഗഗൻഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 6.5 കിലോമീറ്റർ നീളമുള്ള തുരങ്കപാത ഈ സെറ്റ് മോഡ് പദ്ധതിയുടെ യാഥാർത്ഥ്യമാകുന്നതോടെ ഇത് പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ കാശ്മീരിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായ സോനാമാർഗിലേക്ക് എല്ലാ കാലാവസ്ഥയിലേക്കും ഇനി ആളുകൾ എത്തിച്ചേരാം. അപ്പോൾ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ Z എന്ന് എഴുതിയാൽ എങ്ങനെയാണോ അതേപോലെയുള്ള ഒരു സ്ഥലത്തുകൂടി വേണം ഈ പാതയൊക്കെ നിർമ്മിച്ചു വരാനായിട്ട്. അപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, വളവുകളുണ്ട്, അതിനെല്ലാം ഏത് കാലാവസ്ഥയിലും അതിജീവിക്കാൻ കഴിയുന്ന രീതിയിൽ വലിയ തുരങ്കം ഉണ്ടാക്കുന്നു. നമുക്ക് ശരിക്കും നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഓർത്ത് അഭിമാനിക്കാവുന്ന നിമിഷങ്ങളല്ലേ അതൊക്കെ? തീർച്ചയായിട്ടും. ഈ 2012 തോന്നുന്നു ഈ തുരങ്കത്തിന്റെ നിർമ്മാണ തുടക്കം. പക്ഷെ ആ തുടക്കം തുടങ്ങിയതിന് ഇടയ്ക്ക് തന്നെ അത് മുന്നോട്ട് പോകുമ്പോൾ പല പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയി. പിന്നീട് നരേന്ദ്രമോദിയുടെ സ്വന്തം ഒരു ഇച്ഛാശക്തിയുടെ പുറത്താണ് ആ തുരങ്കം അവിടെ ഇപ്പോൾ യാഥാർത്ഥ്യമാക്കപ്പെട്ടത്. ആ സോനാമാർഗിലേക്ക് പോകുന്ന ആളുകളിൽ പല ആളുകൾക്കും എല്ലാ സമയത്തും ജമ്മു കാശ്മീരിൽ നിന്ന് അപ്പുറത്തേക്ക്, ജമ്മുവിൽ നിന്ന് കാശ്മീരിലെ ഈ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒറ്റപ്പെട്ട പുറത്തൊരു പ്രദേശം അല്ലെങ്കിൽ ഒരു യാത്രാ സൗകര്യമില്ലാത്തൊരു സ്ഥലം എന്നതായിരുന്നു. അപ്പോൾ ഇതിനെ എങ്ങനെ മറികടക്കും എന്നത് രാജ്യത്തിന് തന്നെ, അതായത് ഇപ്പോൾ സനുജി അങ്ങ് പറഞ്ഞതുപോലെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളുണ്ടല്ലോ, ഈ സുരക്ഷ, നാഷണൽ സെക്യൂരിറ്റി വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ആ നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ഇവിടെ ഭീകരർ നുഴഞ്ഞു കയറുകയും ഈ പാകിസ്ഥാനൊക്കെ അവിടെ ആ സ്ഥലങ്ങൾ പലവിധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ മറികടക്കൽ കൂടിയാണ് ഈ ഒരു തുരങ്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അത് തീർക്കാൻ വേണ്ടി, അതായത് അത് ഇല്ലാതാക്കാൻ വേണ്ടി പാകിസ്ഥാൻ്റെയും അതുപോലെ തന്നെ പാകിസ്ഥാൻ ചെലവും കൊടുത്ത് വളർത്തുന്ന ചില മത ഭീകരവാദ സംഘടനകളും ആഞ്ഞു ശ്രമിച്ചിട്ട് ആ ഒരു തുരങ്കം യാഥാർത്ഥ്യമാകാതിരിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തിയപ്പോൾ 7ഓളം തൊഴിലാളികളെ ഇതിനിടയ്ക്ക് അവർ വെടിവെച്ചു കൊന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴും ഇവിടെ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്, ഇവിടെ ഭരിക്കുന്നത് RSS ആണ് എന്ന് കാണിച്ചു കൊടുത്ത അവസാനത്തെ എൻട്രി, ഒരു മാർക്കോ സ്റ്റൈൽ എൻട്രിയാണ് നരേന്ദ്രമോദി ഇപ്പോൾ നടത്തിയത് അല്ലേ? തീർച്ചയായിട്ടും. 2012 പാർത്ഥൻ പറഞ്ഞ പോലെ തുടങ്ങിയതെന്നാണെങ്കിലും 2024 ഇത് പൂർത്തിയാകുന്ന സമയത്താണ് ഇവിടുത്തെ 6 തൊഴിലാളികളെയും ഒരു ഡോക്ടറെയും ഉൾപ്പെടെ ഭീകരർ വെടിവെച്ചു കൊടുത്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയാൽ അവസാനഘട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് ഇന്ത്യ ഗവൺമെൻറ് പിന്നോക്കം പോകുമെന്നും ഇത് പെൻഡിങ്ങായി അവിടെ കിടക്കുമെന്നും ഭീകരവാദികൾ തെറ്റിദ്ധരിച്ചു. പക്ഷേ സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 8650 അടി ഉയരത്തിലുള്ള ഈ തുരങ്കം ആ നിർമ്മാണ പൂർത്തീകരണം എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോകാൻ സർക്കാർ നിർദ്ദേശം നൽകിയായിരുന്നു. അപ്പോൾ തൊഴിലാളികൾ ആ പ്രതികൂല കാലാവസ്ഥയൊക്കെ അതിജീവിച്ച് ഈ തുരങ്കപാതയുടെ നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരിച്ചു. അപ്പോൾ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ പറയുന്നത് എല്ലാ കാലാവസ്ഥയിലും നമുക്ക് യാത്ര സാധ്യമല്ല, അതുകൊണ്ട് ഈ തുരങ്കം പൂർത്തിയായെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ പ്രധാനമന്ത്രി അതിനെല്ലാം അനുമതി കൊടുക്കുകയാണ്. നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഈ തുരങ്ക നിർമ്മാണത്തിലുള്ള കരാർ നൽകുന്ന പദ്ധതിയെല്ലാം പൂർത്തീകരിച്ചത്. പക്ഷേ പല കാര്യങ്ങളാലും ഈ തീരുമാനങ്ങളൊക്കെ വൈകിപ്പോയി. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഏറെ നിർണായകമായ സോജില ടണൽ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിരുന്നു ഈ സെറ്റ് മോഡ് പ്രൊജക്റ്റ്. അപ്പോൾ സോജില പാതയുടെ 13.2 കിലോമീറ്റർ പാതയുടെ നിർമ്മാണം 2028 പൂർത്തീകരിക്കുന്നത്. അപ്പോൾ ഈ മേഖലയിലുള്ള വാഹന ഗതാഗതം ഏതാണ്ട് കംപ്ലീറ്റ് ആകും. പിന്നീട് ഏത് സമയത്തും ഏത് കാലാവസ്ഥയിലും നമുക്ക് അവിടെ എത്തിച്ചേരാം. അപ്പോൾ ശ്രീനഗറിൽ നിന്ന് ദ്രാസിലേക്ക് 49 കിലോമീറ്റർ ദൂരമാണുള്ളത്. അപ്പോൾ ഈ പാതയുടെ പണി 2028 പൂർത്തിയായാൽ അത് കുറയും, 43 കിലോമീറ്റർ മാത്രമാണ്. മാത്രമല്ല കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് വാഹനങ്ങളുടെ സ്പീഡ് എന്ന് പറയുന്നത് 30 km/h. അതായത് 30 കിലോമീറ്റർ കൂടുതൽ വേഗതയിൽ വാഹനം ഓടിക്കാൻ പറ്റില്ല. കാരണം മഞ്ഞ്, ഐസ് ക്യൂബുകളൊക്കെ ഉണ്ടാകും, ഐസ് കട്ടകളുണ്ടാകും, വണ്ടി സ്കിഡായി പോകാം, കാലാവസ്ഥ കൊണ്ട് കാണാൻ പറ്റാതെ വരും. ഇതിനെയൊക്കെ അതിജീവിക്കാൻ ഈ തുരങ്കത്തിലൂടെ പറ്റും. അങ്ങനെയാണെങ്കിൽ വാഹനങ്ങളുടെ വേഗപരിധി 70 km/h മാറും. അപ്പോൾ 30 കിലോമീറ്റർ സ്പീഡിൽ നിന്ന് 70 കിലോമീറ്റർ വേഗത്തിൽ വാഹനം ഓടിക്കാൻ കഴിയുന്ന രീതിയിൽ ഈ പാതയെ നിർമ്മിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് സാധിച്ചു. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ ആത്മവിശ്വാസമാണ്. അപ്പം നമ്മുടെ റോഡുകൾ, നമ്മുടെ പാലങ്ങൾ, അത് ഏത് സംസ്ഥാനത്തായാലും ഏത് പ്രതികൂല കാലാവസ്ഥയിലാണെങ്കിലും മികച്ച രീതിയിൽ നിർമ്മിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ആവശ്യമാണെങ്കിൽ ലഡാക്കിലേക്കുള്ള സൈനിക നീക്കത്തിന് വരെ ഈ പാത ഉപയോഗിക്കാം. അപ്പം ലഡാക്ക് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് തന്ത്രപ്രധാനമായ ഒരു പ്രദേശമാണ്. ചൈനയ്ക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു കയറാനോ നമ്മളെ ഒന്ന് പേടിപ്പിക്കാനോ ചൊറിയുക എന്നൊക്കെ
പറയുന്നതല്ലേ. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് അതിജീവിക്കാം. മാത്രമല്ല 12,000 അടി ഉയരത്തിലുള്ള സോജില ടണൽ നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്നതുകൊണ്ട് ചൈന വളരെ സൂക്ഷ്മതയോടെ ഗൗരവത്തോടെ ഈ പ്രവൃത്തികളെ നോക്കിക്കാണുകയും ചെയ്യുന്നുണ്ട്. ലഡാക്കിലേക്കുള്ള സുഗമമായ ഗതാഗതം ഉണ്ടാകേണ്ടത് സൈന്യത്തിൻ്റെ വളരെ അത്യാവശ്യമാണ്. കാരണം ഈ ഡെപ്സാങ്, ഡെംചോക്ക് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് ചൈനീസ് ആർമി പിൻവാങ്ങിയിരുന്നു. അവിടെ പരമ്പരാഗതമായി, അതായത് 2020 ഒക്കെ മുമ്പുള്ള രീതിയിൽ ഇന്ത്യൻ സൈന്യത്തിന് അവിടെ പട്രോളിംഗ് നടത്താം. അപ്പോൾ ചൈനീസ് ആർമി അവിടെ കടന്നു വരില്ല. പക്ഷേ ചൈനയുടെ നിലപാടിനെ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റില്ല. ഷീ ജിൻപിങ് കഴിഞ്ഞ ബ്രിക്സ് ഉച്ചകോടിയുടെ സമയത്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആശ്ലേഷിക്കുകയും ഞങ്ങളുടെ സൈന്യത്തെയൊക്കെ പിൻവലിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എപ്പോൾ വേണമെങ്കിലും ഇവരുടെ നിലപാട് മാറാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് 20-ാം തീയതി അധികാരത്തിൽ വരും. ഡൊണാൾഡ് ട്രംപിന് തീരെ ഇഷ്ടമില്ലാത്ത 2-3 രാജ്യങ്ങളിലൊന്നും ചൈനയാണ്. ആ ചൈന ഇന്ത്യയുമായി യോജിച്ച് നിന്നില്ലെങ്കിൽ അവരുടെ വളർച്ചയ്ക്ക്, അവരുടെ ഗ്രോത്തിന്, എക്കണോമിക് ഗ്രോത്തിനൊക്കെ ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ ഈ ലഡാക്ക് മേഖലയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ പരമാവധി ചൈന ശ്രദ്ധിക്കും. ഇനി അങ്ങനെ ഉണ്ടായാൽ ഞങ്ങൾക്ക് ആവശ്യമായ തന്ത്രപ്രധാനമായ മേഖലയിലേക്ക്, സിയാച്ചിനിലേക്ക് ഉൾപ്പെടെയുള്ള സുഗമ ഗതാഗതത്തിന് ആവശ്യമായ ടണൽ ഞങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു എന്ന് ബോധ്യപ്പെടുത്തുന്നു. മാത്രമല്ല ഞങ്ങൾ ഇത് ചെയ്തു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അല്ലെ, രാജ്യത്തിൻ്റെ തലവൻ ഇങ്ങനെ തലയെടുപ്പോടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ആ ഫോട്ടോ ലോക മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി മാറുകയാണ്. അപ്പോൾ പ്രധാനമന്ത്രി എവിടെയാണ് നിൽക്കുന്നത്? ഏതാണ്ട് സമുദ്രനിരപ്പിന് 8,500 അടി ഉയരത്തിലാണ്. അവിടെ ഒരു തുരങ്കപാത ഉണ്ടാക്കുന്നു. അപ്പോൾ വർഷത്തിൽ 7-8 മാസം വാഹന ഗതാഗതം സാധ്യമല്ലാത്ത സ്ഥലത്ത് ഇന്ത്യ ഗവൺമെൻറ് തന്ത്രപ്രധാനമായ മേഖലയിൽ പുതിയ തുരങ്കപാത ഉണ്ടാക്കുന്നു. ഇതൊക്കെ ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ്. അപ്പോൾ തൻ്റെ രാജ്യത്ത് ഒരു പുരോഗതി ഉണ്ടായി, അല്ലെ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, അത് സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തെ അറിയിക്കാൻ ഒരു പ്രധാനമന്ത്രി തയ്യാറാകുന്നു. അപ്പം ആ പ്രധാനമന്ത്രിയുടെ ഒരു എന്താ പറയുക, ഭാവിയിലേക്കുള്ളൊരു കാഴ്ചപ്പാട് അത് ഒട്ടും ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അതെ, ഒട്ടും ചെറുതായിട്ട് കാണാൻ പറ്റില്ല എന്ന് മാത്രമല്ല, നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ആ മേക്ക് ഓവർ കൂടി നടത്തി ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനും ഇതുവരെ വന്ന പ്രധാനമന്ത്രിമാരിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തനായി മാറാനും നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ്.